ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും നാം ഓരോരുത്തരും പുതിയതായി അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിലൂടെ, സഹോദരങ്ങളിലൂടെ, സുഹൃത്തുക്കളിലൂടെ, പ്രകൃതിയിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിച്ചറിയുന്നു. ദൈവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സ്നേഹനാഥനെ ഈശോയിൽ, ഈസ്റ്റർ ടോക്കിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് കൈവന്ന ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും ആത്മാവിലൂടെ ഞങ്ങളെ നയിച്ചതിനെ ഓർത്തും ഹൃദയപൂർവ്വമായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഈസ്റ്റർ ടോക്കിൻ്റെ 100ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അതറിഞ്ഞ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 7 ദമ്പതികൾ അവർ ഒന്നിച്ചുകൂടി ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും വചനം ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും അവർ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ ഇന്നലെ ഒന്നിച്ചു കൂടിയപ്പോൾ ഞങ്ങളെടുത്ത ഒരു ചെറിയ ക്ലിപ്പ് ഇതിലൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതിലെ പ്രത്യേകമായി അവരെല്ലാവരും വരികയും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും പ്രോത്സാഹനം ചെയ്ത നല്ല വാക്കുകൾക്കും അവരുടെ സാന്നിധ്യത്തിനും അവർക്കും അതിനുവേണ്ടി കൃപ ചെയ്ത ദൈവത്തിനും പ്രത്യേകമായി നന്ദി പറയുന്നു. ചിലവർക്ക് കാണുവാനോ സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്ന് 101ാമത്തെ ദിവസം. പ്രൈസ് ലോർഡ്. നമ്മുടെ ശുശ്രൂഷകൾ എപ്രകാരമായിരിക്കണമെന്ന് പത്രോസ്ലിയുടെ ലേഖനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയും 1 പത്രോസ് 4-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയും: നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ലഭിച്ച ദാനത്തെ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ ദാനത്തിൻ്റെയും ഉത്തമ കാര്യസ്ഥൻ എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ ഉപയോഗിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ദാനം എല്ലാവർക്കും ലഭിക്കാൻ തക്കവിധം നിങ്ങളത് ഉപയോഗിക്കണം. വിവിധ ദാനങ്ങളായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വചനം പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, കുടുംബാംഗങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാൻ, സമൂഹത്തിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ, നിങ്ങൾക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ. ഒരു കുട്ടി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുന്നു, ഇങ്ങോട്ട് പോകണമെന്നറിയില്ല, മാതാപിതാക്കന്മാർക്ക് അത് എങ്ങോട്ടാണ് വിടേണ്ടതെന്നും അറിയില്ല. അറിവുള്ള നിങ്ങൾ, ദൈവം തന്ന ദാനമാണ് നിങ്ങളുടെ അറിവ്. ഈ അറിവ് അവർക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കരുത്. നിങ്ങൾ അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് ചെല്ലണം. നിങ്ങളുടെ അറിവ് അവർക്ക് പകർന്നു കൊടുക്കണം. അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അറിവ് അത് പ്രയോജനപരമായി തീരട്ടെ. അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തക്കവിധം നിങ്ങൾക്ക് ദൈവം നൽകിയ നല്ല ബോധ്യങ്ങളുണ്ട്, തിരുവചനങ്ങളുണ്ട്. ഈ വചനങ്ങൾ അവരുമായി നിങ്ങൾ പങ്കുവെക്കണം. തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നീ ഉണർത്തണം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ശുശ്രൂഷയ്ക്ക് വന്ന ഏകദേശം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പയ്യൻ ആ സഹോദരനെ വിളിച്ച്, അവനെങ്കിൽ വന്നേ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു. അവനെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഞാൻ പറഞ്ഞു, നീ ബൈബിളിൽ നിന്ന് എടുത്ത് വായിച്ചേ.
അവൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ അതേ കാര്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇനി നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എത്രയും വേഗം കുമ്പസാരിക്കാം. അപ്പോൾ ഞാൻ കുമ്പസാരിക്കേണ്ട വേണ്ട യോഗ്യതകളെക്കുറിച്ച് അവന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതവന് അറിയാമായിരുന്നു, എന്നാൽ അവൻ്റെ ശ്രദ്ധയിൽ അവനത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവൻ വേഗം തന്നെ ഞാനിപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നീ പോകണ്ട, നിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. അവൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ തന്നെ പോകണം. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കുറച്ച് സമയത്തേക്ക് 1-2 മിനിറ്റോ ഒന്ന് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി കാണിക്കരുത്. ഒരാത്മാവ് യേശുക്രിസ്തുവിലൂടെ കടന്നു വരുമ്പോൾ ദൈവമാണ് മഹത്വപ്പെടുന്നത്. ഹല്ലേലൂയ. തുടർന്ന് പറയുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ദാനം ദൈവത്തിൻ്റെ ഉത്തമ കാര്യസ്ഥൻ എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്ന വിധം നിങ്ങളത് ഉപയോഗിക്കണം. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നു, പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നത് പോലെ പ്രസംഗിക്കണം. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. ദൈവം എങ്ങനെയാണ് സംസാരിക്കുക? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആർദ്രതയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്. ഒരമ്മയുടെ ഹൃദയവും ഒരപ്പൻ്റെ ഹൃദയവും നമ്മൾക്ക് ഈശോയെ കാണാൻ കഴിയും. ഒരപ്പൻ്റെ അമ്മയുടെ വാത്സല്യം തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ മിശിഹ. അപ്പൻ്റെ ഉപദേശവും അമ്മയുടെ ഉപദേശവും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവരും സന്മാർഗപരമായി ജീവിക്കുന്നവരുമാണെങ്കിൽ, സ്നേഹമുള്ള എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക. ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നത് പോലെ നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കണം. അവരെ നിങ്ങൾ ശ്രമിക്കണം, അതനുസരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവരെ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിന്റെ ഭവനത്തിലെ ജോലികളായിരിക്കാം, നിന്റെ ജോലി സ്ഥലത്തെ ജോലികളായിരിക്കാം. അതെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ ലോകം സൃഷ്ടിച്ചവൻ ഈ ലോകത്തിൻ്റെ ജോലികളെല്ലാം ക്രമീകരിക്കപ്പെടുന്നതും ഓരോ വ്യക്തികളിലൂടെയാണ്. അത് ചെയ്യുന്നത് ചത്തയെ ചമഞ്ഞേ എന്ന രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ഉണർവോടുകൂടി ഓരോ ജോലികളും ചെയ്യാൻ തയ്യാറാകണം. ഇനി രോഗമാണ് എന്ന് പറഞ്ഞ് മാറി ഇരുന്നിട്ട് കാര്യമില്ല. ഒരു സഹോദരിയെ എനിക്കറിയാം. ആ സഹോദരിയെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകം ഒരു കസേര വേണം. ആ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ അവർക്ക് എന്തോ അസ്വസ്ഥതയെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അവരെ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഒരു നല്ല ഉറക്കത്തിലാണ്. ഒരുപക്ഷെ ആത്മാവ് അവർക്ക് കൊടുക്കുന്ന ഉറക്കമായിരിക്കാം. കാരണം ഭവനത്തിലായിരിക്കുമ്പോൾ നന്നായി ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരിക്കാം. വചനം ശ്രമിക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അവർ ഉറങ്ങുന്നത്. അപ്പോൾ സ്വാർത്ഥത എപ്പോഴും നമ്മളെ മുറ്റി നിൽക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് പറയുമ്പോൾ സുഖമില്ല, ഇതാണ് കാലുമേല കൈവേദന, ശരീരവേദന. അതെ, നമുക്ക് രോഗമുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ രോഗാവസ്ഥയിലും ചെയ്യാവുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ തയ്യാറാകണം. അതാണ് തിരുവചനം പറയുന്നത്. എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിച്ചവനെ പോലെ ശുശ്രൂഷിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്നതായിരിക്കാം, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. എന്നതുപോലെ ശുശ്രൂഷിക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ധ്യാനകേന്ദ്രങ്ങളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചല്ലോ എന്നോർത്തല്ല നമ്മൾ നീങ്ങേണ്ടത്. യേശുക്രിസ്തുവാണ് എനിക്ക് ശക്തി തന്നത്, അതിനുവേണ്ടി ഞാൻ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യും എന്നൊരു മനോഭാവം നമ്മളിലുണ്ടാകട്ടെ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുകയാണ്. എല്ലാ മഹത്വവും ആധിപത്യവും അവൻ്റേത് മാത്രമാണ്. ആമേൻ. എന്നെ ശ്രവിച്ച സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഹൃദയമായി
മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ മക്കളെയും അവിടുന്ന് മോചിപ്പിച്ച് രക്ഷയുടെ പടവുകളിലൂടെ അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും